ധന്യപിതാവ് ജോസഫ് പഞ്ഞിക്കാരൻ, മെഡിക്കൽ സിസ്റ്റേഴ്സ് ഓഫ് സെന്റ് ജോസഫ് സന്യാസിനി സമൂഹത്തിന്റെ ആദരണീയ സ്ഥാപകനും മഹത്തായ മിഷണറിയും തീഷ്ണതയുള്ള ഒരു പുരോഹിതനുമായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതവും ആത്മീയ പാരമ്പര്യവും ഇന്നും ആദരവും ഉജ്ജ്വലമായ പ്രചോദനവും ഉണർത്തുന്നവയാണ്. യേശുവിന്റെ കരുണാർദ്ര സ്നേഹം ജാതി മതഭേദമന്യേ എല്ലാവർക്കും, പ്രത്യേകിച്ച് ദരിദ്രരും രോഗികളും ചൂഷിതരും എളിയവരുമായ സഹോദരങ്ങൾക്ക് പകർന്നു നൽകി അവരുടെ ഇടയിൽ ദൈവരാജ്യം സ്ഥാപിച്ച പുണ്യചരിതനായിരുന്നു അദ്ദേഹം. ദൈവം നൽകിയ വിളിയോട് അചഞ്ചലമായ വിശ്വസ്തത പുലർത്തി ദൈവസ്നേഹം കരുണയോടെ ജീവിക്കുന്ന പ്രവൃത്തികളാക്കി മാറ്റാൻ തന്റെ എളിയ ജീവിതത്തെ അദ്ദേഹം അനുവദിച്ചു. കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്, ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കാനും തടവിലായവർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് മോചനവും കർത്താവിന് സ്വീകാര്യമായ വത്സരം പ്രസംഗിക്കാനും അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന യേശയ്യാ പ്രവാചകന്റെ ദർശനം ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹം ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു. ഈ വിശുദ്ധ വചസ്സുകൾ അദ്ദേഹത്തിന് വെറും ആലോചനാ വാക്കുകളായിരുന്നില്ല, മറിച്ച് തന്റെ ദൗത്യത്തിന്റെ അടിത്തറയായി കഷ്ടപ്പാടിനെ രൂപപ്പെടുത്തുകയും അപ്പോസ്തലിക തീഷ്ണതയെ ജ്വലിപ്പിക്കുകയും പ്രയാസങ്ങളുടെ നിമിഷത്തിൽ അദ്ദേഹത്തെ ശക്തിപ്പെടുത്തുകയും ചെയ്തു. ഒരു യഥാർത്ഥ ആത്മീയ വ്യക്തി തന്റെ ആഴമായ ദൈവാനുഭവത്തിൽ നിന്നാണ് ജീവിക്കുന്നത്. ആ ദൈവാനുഭവം അവന്റെ വാക്കുകളിലും പ്രവൃത്തികളിലും പ്രതിഫലിക്കുകയും മറ്റുള്ളവരിലേക്ക് പകരുകയും ചെയ്യുന്നു. നമ്മുടെ പഞ്ഞിക്കാരനച്ഛനും തന്റെ ഉള്ളിൽ ദൈവത്തിന്റെ സജീവ സാന്നിധ്യം നിരന്തരം അനുഭവിച്ചവനായിരുന്നു. അതുകൊണ്ട് തന്നെ ഓരോ മനുഷ്യനിലും ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞ് സേവിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഞാൻ അവന്റെ ഇഷ്ടം പൂർണ്ണമായി നിറവേറ്റേണ്ടതിന് ദൈവം തന്റെ സ്നേഹത്താൽ എന്നെ വിളിച്ചു എന്ന വാക്കുകൾ അദ്ദേഹം വിനയത്തോടെയും നന്ദിയോടെയും ഉച്ചരിച്ചു. വ്യക്തിഗത പരിവർത്തനത്തിനും ആന്തരിക രൂപാന്തരത്തിനും ഉറച്ചുനിന്ന് ദൈവരാജ്യം പണിയുന്നതിനായി പുതുമയുള്ളതും സൃഷ്ടിപരവുമായ വഴികൾ ധൈര്യത്തോടെ സ്വീകരിച്ച് അനേകരെ പ്രചോദിപ്പിച്ചു. ജീവിതാന്ത്യം വരെ അദ്ദേഹം തന്നെ തന്നെ ദൈവേഷത്തിന് പരിപൂർണമായി സമർപ്പിച്ചു. വിനയം, അധികാരികളോടുള്ള വിധേയത്വം, സന്തോഷപൂർണമായ അനുസരണം എന്നിവ അദ്ദേഹത്തിന്റെ സജീവ ഗുണങ്ങളായിരുന്നു. എല്ലാം ദൈവമഹത്വത്തിനായി ചെയ്യുക എന്ന സൂത്രവാക്യം ജീവിതത്തിന്റെ ദീപ്തമായ ദിശാസൂചികയാക്കി തന്റെ എല്ലാ ദൗത്യങ്ങളും ഉത്സാഹത്തോടെയും മികവോടെയും നിർവഹിച്ചു. തന്റെ ജീവിതകാലം മുഴുവനും അദ്ദേഹം തീഷ്ണതയുള്ള സുവിശേഷ പ്രഘോഷകനും സമർപ്പിതനായ സാമൂഹ്യ പരിഷ്കർത്താവുമായി ദൈവമഹത്വത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്കുമായി അക്ഷീണം പരിശ്രമിച്ചു. വിശുദ്ധ ഔസേപ്പിതാവിനോടും പരിശുദ്ധ കന്യകാമറിയത്തോടും തന്റെ കാവൽ മാലാഖയോടും അദ്ദേഹം ഗാഢമായ ഭക്തി പുലർത്തി. തപസ്യയും കീഴ്വഴക്കവും ലളിത ജീവിതവും അദ്ദേഹത്തിന്റെ ആത്മീയ ജീവിതത്തെ പക്വമാക്കി. പരിശുദ്ധ ഹൃദയത്തോടുള്ള ആഴമായ ഭക്തി സൗമ്യതയിലും വിനയത്തിലും ത്യാഗസ്നേഹത്തിലും അദ്ദേഹത്തെ രൂപപ്പെടുത്തി. സമഗ്രവും സുതാര്യവുമായ വ്യക്തിത്വത്തോടെയും ശുദ്ധമായ മനസാക്ഷിയോടെയും ഉത്തരവാദിത്ത ബോധത്തോടെയും അചഞ്ചലമായ അഖണ്ഡതയോടെയും അദ്ദേഹം ജീവിച്ചു. കഷ്ടപ്പാടുകൾ ക്രിസ്തുവിനെ പീഡാസഹനങ്ങളുമായി ഐക്യപ്പെടുത്തി തന്റെ വിളിയുടെ മഹത്തായ ലക്ഷ്യത്തിൽ അദ്ദേഹം ഉറച്ചുനിന്നു. എന്റെ സ്വയം രക്ഷയും പരിപൂർണതയും എന്നിലൂടെ മറ്റുള്ളവരുടെ രക്ഷയും പരിപൂർണതയും ഈ ദർശനം ഇന്നും ഓരോ MSc അംഗത്തിനും ദീപ്തമായ മാർഗദീപമായി തുടരുന്നു. അദ്ദേഹത്തിന്റെ വിളിയിലുണ്ടായിരുന്ന സത്യസന്ധത, സന്തോഷപൂർണമായ അനുസരണം, സമയപാലനം, സത്യനിഷ്ഠത, ഉത്തരവാദിത്ത ബോധം, ശുദ്ധമായ പെരുമാറ്റം എന്നീ ഗുണങ്ങൾ ആദ്യ സഭാംഗങ്ങൾ സ്നേഹപൂർവ്വം ഇന്നും ഓർമ്മിക്കുന്നു. കണ്ടുമുട്ടുന്ന എല്ലാ വ്യക്തികളോടും പിതൃസഹജമായ സ്നേഹവും സൂക്ഷ്മമായ കരുതലും കാണിച്ചു. സഭാപിതാവിന്റെ ആഴമായ ആത്മീയതയും കരുണാമിശ്രണമായ സ്നേഹത്തിനും സഭാമക്കൾ പൂർണ്ണമായും കടപ്പെട്ടിരിക്കുന്നു. ധന്യനായ ജോസഫ് പഞ്ഞിക്കാരനച്ഛൻ വിശുദ്ധിയുടെയും സേവനത്തിന്റെയും പൂർണ്ണ സ്വയം സമർപ്പണത്തിന്റെയും പാതയിൽ ഞങ്ങളെ നയിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യട്ടെ.